നമസ്കാരം. ലോകം ഇന്ന് 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദം കഴിഞ്ഞു. നിർമ്മിത ബുദ്ധിയുടെ ഒരു ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നതെന്ന് എല്ലാ ദിവസവും നവമാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് മുമ്പോട്ടുള്ള കരിയറുകൾ, ജോലി സാധ്യതകൾ എന്നിവയെപ്പറ്റി സംസാരിക്കാനായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ സീരീസ്, അതാണ് ഈ ഉദ്യമം. കഷ്ടപ്പെടാതെ നേടാം ഇഷ്ടപ്പെട്ട കരിയർ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് നേടാം കഷ്ടപ്പെടാത്ത കരിയർ. ലോകത്ത് ജോലി സാധ്യതകൾ എങ്ങനെയാണ് മാറിപ്പോയിരിക്കുന്നത്? കാലാകാലങ്ങളായി പല വ്യാവസായിക വിപ്ലവങ്ങളും ടെക്നോളജി മാറ്റങ്ങളും വരുന്നതിനനുസരിച്ച് മനുഷ്യർ ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന രീതികൾ മാറിക്കൊണ്ടിരിക്കുന്നു. അത് സ്വാഭാവികമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഹെൻറി ഫോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ മോട്ടോർ കാറുകൾ അമേരിക്കയിൽ വന്നപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിൽ ധാരാളം പേര് കാറുകൾ വാങ്ങിക്കാനായി തുടങ്ങുന്നു. ആ സമയത്ത് 20, 30, 40 കാർ കമ്പനികൾ ഉണ്ടായിരുന്നു, പല കാർ കമ്പനികളും. ഇതിൽ ഏത് കമ്പനിയുടെ കാറ് നല്ലതാണെന്നും ഏത് കമ്പനിയാണ് നൂറ്റാണ്ടുകളോളം നിലനിൽക്കാൻ പോകുന്നുവെന്നും അന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാമായിരുന്നു, ന്യൂയോർക്ക് നഗരത്തിൻ്റെ വീഥികളെ അങ്ങേയറ്റം ദുർഗന്ധമുളവാക്കിക്കൊണ്ടിരുന്ന കുതിരകളുടെയും കാലം കഴിഞ്ഞു. ഇതുപോലെ ഒരു ടെക്നോളജി വരുമ്പോൾ അതിൽ പർട്ടിക്കുലറായിട്ടുള്ള ഏത് കമ്പനി വിജയിക്കുമെന്നോ ഏത് ആസ്പെക്റ്റ് വിജയിക്കുമെന്ന് പറയാൻ പറ്റില്ലെങ്കിലും എന്തൊക്കെ രീതിയിൽ വലിയ മാറ്റം സംഭവിക്കും എന്ന് നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ, മറ്റൊരു എക്സാമ്പിൾ കൂടി എടുത്താൽ, ലിഫ്റ്റ്, എലിവേറ്ററുകൾ വന്നപ്പോൾ അതിനകത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ലിഫ്റ്റ് ഓപ്പറേറ്റർ ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ അതുണ്ട്. അത് സാമൂഹ്യപരമായ കാര്യങ്ങൾ കൊണ്ടാണ് ആൾക്കാർക്ക് അങ്ങനെ ജോലി കൊടുക്കുന്നത്. പക്ഷേ ഒരു ഓട്ടോമേറ്റഡ് ലിഫ്റ്റ് ഉണ്ടാവുമെന്നും അന്നേരം ഈ ലിഫ്റ്റ് ഓപ്പറേറ്റർമാരുടെ ആവശ്യം വരില്ല എന്നും ഏകദേശം എല്ലാവർക്കും ക്ലിയർ ആയിരുന്നു. എങ്കിൽ പോലും ലിഫ്റ്റ് ഓപ്പറേറ്റർമാരുടെ യൂണിയൻ സമരം ചെയ്ത് ഒരു 10-20 കൊല്ലത്തോളം അവരുടെ ജോലി നിലനിർത്തി എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതിന് പല രീതിയിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും വ്യത്യസ്തങ്ങളായ രീതിയിലായിരിക്കും വരിക. പക്ഷെ നമുക്കിന്ന് എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമായി അറിയാം, ഏതൊക്കെ തരം ജോലി, അത് ചെയ്യുന്ന രീതി, എവിടെ ഇരുന്ന് ചെയ്യുന്നു, എപ്പോൾ ചെയ്യുന്നു എന്നുള്ളതെല്ലാം മാറിപ്പോയിരിക്കുന്നു. മനുഷ്യൻ്റെ ഒരു വലിയ കാലഘട്ടത്തിൽ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ജോലി എന്ന് പറയുന്നത് നമ്മൾ കൃഷിപ്പണി, വേലയിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയിരിക്കുന്നത്. ഈ വേല ഉണ്ടായിരുന്നത് കൃത്യമായും സീസൺ അനുസരിച്ചാണ്. അതും പകൽ സമയത്താണ് ജോലി, രാത്രികാലങ്ങളിൽ ജോലിയില്ല. പിന്നെ വൈദ്യുതി കണ്ടുപിടിച്ചു, അതിനുശേഷം രാത്രി വർക്ക് ചെയ്യാമെന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. നമ്മുടെ നാട്ടിൽ 1980കളിലും 90കളിലും, നമ്മളെല്ലാം 80s 90s കിഡ്സൊക്കെ ആയിരിക്കുന്നത് അറിയാം, 9 മുതൽ 5 വരെ അല്ലെങ്കിൽ 10 മുതൽ 5 വരെ ഒക്കെയാണ് ജോലി സമയം. അതിനുശേഷം അധികമാരും ജോലി ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ നൈറ്റ് ഡ്യൂട്ടി അന്ന് ഉണ്ടായിരുന്നു. അതിൻ്റെ നൈറ്റ് ഡ്യൂട്ടി എന്ന് വിളിച്ച് വളരെയധികം സ്പെസിഫിക് ആയിട്ട് ചില മേഖലകളിൽ അതുണ്ടായിരുന്നു, പോലീസ്, നേഴ്സ് എന്നെല്ലാം. ഇന്നിപ്പോൾ എന്താണ് സംഭവിച്ചത്? എല്ലാ മേഖലകളിലും രാത്രി നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട്. ചില മേഖലകളിൽ രാത്രിയിലാണ് കൂടുതൽ. ഫോർ എക്സാമ്പിൾ, ഷൂട്ടുകൾ നടക്കുന്നതെല്ലാം ചിലപ്പോൾ രാത്രിയിലായിരിക്കാം, വൈകുന്നേരങ്ങളിലായിരിക്കാം, പ്രോഗ്രാമിംഗ്, റെക്കോർഡിംഗ് അങ്ങനെ ആയിരിക്കാം. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, ടൂറിസം ഇൻഡസ്ട്രി, ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി, ഇതിലെല്ലാം വൈകുന്നേരങ്ങളിലാണല്ലോ കൂടുതലും ജോലി നടക്കുന്നത്. അപ്പോൾ ജോലി ചെയ്യുന്ന സമയത്തിന് നമുക്കൊരു മാറ്റം വന്നു. എവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നു എന്നുള്ളതിലും വലിയ മാറ്റം വന്നു. വർക്ക് ഫ്രം ഹോം, വർക്ക് നിയർ ഹോം, റിമോട്ട് വർക്കിംഗ് മുതലായ കാര്യങ്ങൾ വളരെ മനോഹരമായി നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട്. കോവിഡ് വന്ന സമയത്താണ് നമ്മളെല്ലാവരും അത് വളരെ കൃത്യമായിട്ട് അനുഭവിച്ചത്. ഫോർ എക്സാമ്പിൾ, കോവിഡ് വന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് അന്നും കിട്ടുമായിരുന്നു, പാർലേജി ബിസ്ക്കറ്റ് അന്നും കിട്ടുമായിരുന്നു. എങ്ങനെയാണ് ഫാക്ടറികളെല്ലാം അടഞ്ഞു കിടന്ന് ആരും അടുത്തു പോകാനില്ലാത്ത സിറ്റുവേഷനിൽ ബിസ്ക്കറ്റുകൾ കൃത്യമായി വിപണിയിൽ എത്തിക്കൊണ്ടിരുന്നത്? അതിന് പിന്നിൽ ഇതുപോലെ റോബോട്ടിക് ഓട്ടോമേഷൻ്റെ ഒരു കഥയുണ്ട്. ദൂരെ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കാവുന്ന, തൊഴിലാളികളില്ലെങ്കിലും ജോലി നടക്കുന്ന ഫാക്ടറികളും പ്രൊഡക്ഷൻ യൂണിറ്റുകളും, ഒരു തൊഴിലാളി പോലും ഇല്ലാത്ത ഫാക്ടറികൾ ഇന്ന് ചൈനയിലും ജർമ്മനിയിലും ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അതിനെ നിയന്ത്രിക്കുന്ന ആൾക്കാർ വളരെ ദൂരെ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്. സോ വെൻ വി വർക്ക് മാറിപ്പോയി, വേർ വി വർക്ക് മാറിപ്പോയി, ഹൗ വി വർക്ക് വളരെയധികം മാറിപ്പോയി. ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡിംഗ് നടക്കുന്നതിന് നമുക്കൊരു സൊഫിസ്റ്റിക്കേറ്റഡ് ഡിജിറ്റൽ ക്യാമറയാണ്.
അതിൽ റെക്കോർഡിംഗ് നടക്കുന്നു, ഈ മൈക്രോഫോണിലൂടെ നടക്കുന്നു. പണ്ട് കാലത്തെ സിനിമയുടെ ചരിത്രം എടുത്താൽ എങ്ങനെയാണ് ഫിലിം റീല് ആ റോൾ ഉപയോഗിച്ച് ഷൂട്ടും ആ സമയത്ത് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല, മിസ്റ്റേക്കുകളൊന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എഡിറ്റിംഗ് ടേബിളിലാണ് അതെല്ലാം അറിയുന്നത്. നമുക്ക് പ്ലേ ബാക്ക് ഇല്ല, ഇൻസ്റ്റൻറ്റ്. അപ്പോൾ ആ ടൂളുകൾ മാറിപ്പോയി, ഹൗ വി വർക്ക് അത് മാറിപ്പോയി. അതുപോലെ തന്നെയാണ് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് അവർ വർക്ക്, അതും മാറിപ്പോയി. പണ്ടില്ലായിരുന്ന കരിയറുകളാണ് ഇന്നുണ്ടായിരിക്കുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു മേഖലയേ ഇല്ലായിരുന്നു. ഇത് 80കളിലും 90കളിലും സൃഷ്ടിക്കപ്പെട്ട ഒരു മേഖലയാണ്. ഇന്ന് ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു മേഖലയാണ്. റോബോട്ടിക്സ് ഇപ്പോൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. പല റിപ്പോർട്ടുകളും പ്രെഡിക്റ്റ് ചെയ്യുന്നത് അടുത്ത 20-25 വർഷത്തിന് ശേഷം വരാൻ പോകുന്ന തൊഴിലുകൾ ഏതാണ്, 40% തൊഴിൽ എന്തായിരിക്കും നമുക്കറിയത്ത് പോലുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ലോകത്തിൽ നല്ല രീതിയിൽ നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ എങ്ങനെ നമുക്ക് സാധിക്കും, അതിനെങ്ങനെ തയ്യാറെടുക്കാം, ഇതാണ് ഈ വീഡിയോ സീരീസിലൂടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. ഫോർ എക്സാമ്പിൾ, നമുക്ക് പല മേഖലകളിൽ വർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും കഴിവും ഇന്നുണ്ട്. ഒരാൾക്ക് ഒരു ജോലി, ആ ജോലിയിൽ 25-30 വർഷം വർക്ക് ചെയ്യുന്നു, റിട്ടയർ ചെയ്യുന്നു എന്നുള്ള സമ്പ്രദായം ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിഷ്ടമുള്ള പല മേഖലകളിൽ നമുക്ക് വർക്ക് ചെയ്യാം, നമ്മുടെ കഴിവുകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം, അതിനനുസരിച്ചുള്ള ട്രെയിനിങ് നമ്മൾക്ക് എടുക്കാം, വളരെ നല്ല രീതിയിൽ അത്തരം കോച്ചിങ്ങുകൾ നമുക്ക് കിട്ടും, അതിലെ സർട്ടിഫിക്കേഷനുകൾ എടുക്കാം, നല്ല രീതിയിൽ ആ തൊഴിലിൽ മുന്നേറാം. നമുക്ക് തന്നെ പുതിയ മേഖലകൾ സൃഷ്ടിച്ചെടുക്കാനും കഴിയും എന്നുള്ളതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ അവസരം എന്നുള്ളത്. നമ്മുടെ കഴിവുകൾ, നമ്മുടെ നൈപുണ്യം ഇതെല്ലാം നിരന്തരം വികസിപ്പിച്ചുകൊണ്ട് ഒരാൾ ആയുഷ്കാലം മുഴുവൻ ഒരു മാത്തമാറ്റീഷ്യൻ ആയിരിക്കണ്ട, അദ്ദേഹത്തിന് അതിനോടൊപ്പം സംഗീതവും അഭ്യസിക്കാം, ഒരു നല്ല ഗായകനായി മാറാം. അതുപോലെ നമ്മളൊരു കവിയാണെന്നിരിക്കട്ടെ, നമുക്ക് മാത്തമാറ്റിക്സ് അറിഞ്ഞുകൂടാന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ കേരളത്തിൻ്റെ ഹിസ്റ്ററി എടുത്താൽ, പഴയ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ്, സംഗമഗ്രാമം മാധവൻ്റെയൊക്കെ കാലഘട്ടത്തിലെടുത്താൽ കണക്കുകൾ എഴുതിയിരുന്നതേ ശ്ലോകങ്ങളിലും കവിതകളിലുമാണ്. അപ്പോൾ ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ എന്നുള്ള ഡൈക്കോട്ടമി ഒന്നുമില്ല. ഒരാൾ മാത്തമാറ്റിക്സിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കവിഹൃദയം ഉണ്ടാവാൻ പാടില്ല എന്നില്ല. ഇത് രണ്ടും മെഷ് ചെയ്താണ് നമ്മുടെ പാരമ്പര്യം നിലനിന്നത്. അതുപോലെ ഏതൊക്കെ മേഖലകൾ നമുക്ക് കഴിവുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അതിനെ വികസിപ്പിച്ചെടുക്കാനുള്ളൊരു അവസരം നമുക്കിപ്പോൾ കിട്ടുകയാണ്. ഈ ലോകത്ത് എങ്ങനെ അത് കൃത്യമായി മുതലാക്കി വളരെ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെടാതെ എന്നും രാവിലെ എഴുന്നേറ്റാൽ പൂർവാധികം ഊർജത്തോടു കൂടി നമ്മുടെ തൊഴിലിടങ്ങളിൽ പോകാനോ അല്ലെങ്കിൽ ഇരിക്കുന്നിടത്ത് തന്നെ തൊഴിൽ ചെയ്യാനോ ഉള്ള ഒരു സന്തോഷം നമുക്കുണ്ടാകുന്ന രീതിയിൽ കരിയർ കെട്ടിപ്പടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിലേക്ക് വേണ്ടി ഒരു ചെറിയ സഹായം എന്നുള്ള നിലയ്ക്കാണ് ഈ വീഡിയോ സീരീസിനെ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.